ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു പൊട്ടുവെള്ളരി ഷേക്ക് അടിച്ചു വെക്കാം. അതിനായിട്ട് പാലും പൊട്ടുവെള്ളരും പഞ്ചസാരയും മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഇതൊരു അഡാർ ഐറ്റാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ അറിവിൽ ഇതിന് നല്ല കൂളിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ഐറ്റം ആണെന്നാ പറയണേ. ചൂടുകാലത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്ന് വരുമ്പോണ്ടല്ലോ, എന്താ സൂത്രം, ഇന്നത്തെ സൂത്രത്തിന്റെ ക്ലൂ എന്താ എന്നുള്ള ചോദ്യം. അപ്പൊ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇന്നത്തെ ഐറ്റം ഇതാണ്. കൂടെ ചോളം പുഴുങ്ങിയതുണ്ട് കേട്ടോ. ഇന്നത്തെ സർപ്രൈസ് എന്തായാലും അവർക്ക് ഇഷ്ടാവും. കറക്റ്റ് ടൈമിങ്ങിന് അവരെത്തിയിട്ടോ, ഓടി കഴിച്ച് വരുന്നുണ്ട് എന്താ സൂത്രം ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു കുളിച്ച് വന്നു കഴിയുമ്പോൾ സർപ്രൈസ് കാണിച്ചു തരാന്ന്. അങ്ങനെ കുളിച്ച് റെഡിയായി വന്ന് അവരത് ഹാപ്പി ആയിട്ട് കഴിച്ചു. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. സ്കൂള് വിട്ട് വരാൻ നല്ല വിശപ്പോട് കൂടിയല്ലേ, അതുകൊണ്ട് തന്നെ അവര് പെട്ടെന്ന് അത് തീർത്തു. അപ്പോഴത്തേക്കും എല്ലാവർക്കും സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കവറൊക്കെ കൊണ്ട് പ്രശാന്തായിട്ട് എത്തി. ആദ്യം അമ്മയ്ക്കാണെന്ന് പറഞ്ഞ് എന്നോട് കണ്ണടച്ച് കൈനീട്ടാൻ പറഞ്ഞു. എനിക്കത് പിടിച്ചപ്പോഴേ മനസ്സിലായി അത് ഡയറി മിൽക്ക് സിൽക്കാന്ന്. അതെന്റെ ഒരു ഫേവറേറ്റ് ഐറ്റാ. പിന്നെ കുട്ടികൾക്കും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്റെ ജാനുകുട്ടിയാണെങ്കിൽ അപ്പൊ തൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്കേ ഉള്ളൂ ഞങ്ങൾക്കില്ലേന്ന് ചോദിച്ചിട്ട് അപ്പൊ തൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുക. എനിക്ക് തരണം കേട്ടോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പൊ അച്ഛനെ സോപ്പ് ഇടാ, വേറെ എന്തൊക്കെയോ കൊണ്ടുവന്നേന്ന് കാണാൻ വേണ്ടിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ബെൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എന്നോട് അവിടെ ഹാങ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ എനിക്കത് എത്തണില്ല. എന്നിട്ട് പ്രശാന്തായിട്ട് തന്നെ അത് ഹാങ് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികളുടെ റൂമിലേക്ക് കുറച്ച് ക്യൂരിയോസ് കൊണ്ടുവന്നിട്ടുണ്ടായി. അത് ചേട്ടൻ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു. വേറൊരു ഐറ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഡ്രൈ ഫ്ലവേഴ്സ്. അതിലൊരു ലിക്വിഡ് ഇട്ട് ആ സ്മെല്ല് അങ്ങനെ തന്നെ നിൽക്കും. അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ അപ്പൊ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു.